നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 മാർച്ച് 1 മുതൽ മാർച്ച് 8 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം ജില്ലയിൽ. വെർച്വൽ റിയാലിറ്റി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും അനുഭവിക്കാൻ ഇത് അവസരമൊരുക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്നത്? ധർമ്മഗാഡിയൻ ആണ്. കേന്ദ്ര ഖനിമന്ത്രി ആര്? ജി കിഷൻ റെഡ്ഡി. ചിലപ്പതികാരത്തിന്റെ രചയിതാവായ ഇളങ്കോവടികളുടെ പേരിൽ തമിഴ് ചേർ സ്ഥാപിക്കുവാൻ ഒരുങ്ങുന്ന സർവകലാശാല? ഉത്തരം കേരള സർവകലാശാല. സംസ്ഥാനത്തെ കുടുംബ കോടതികൾ ശിശു ബാല സൗഹൃദമല്ലെന്ന് പഠന റിപ്പോർട്ട് ഇറക്കിയത്? അത് സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതുലേല മിനറൽ ഓപ്ഷൻ മാപ്പ് ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന പുതിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നതാണ്? ഉത്തരം കേരളം, ജമ്മു കാശ്മീർ, ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം? ഉത്തരം INS ഗുൽദാർ ആണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ലോക പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാസ്കി. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായി അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭമാണ് സ്കൈപ്പ്. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനം വെള്ളാനിക്കര കാർഷിക സർവകലാശാല. ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി 7ാം തവണയും പ്രഖ്യാപിക്കപ്പെട്ട നഗരം? ഉത്തരം ഇൻഡോർ. 2025 ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2025 ഫെബ്രുവരിയിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ ചെയർമാനായി നിയമിച്ചത് ആരെയാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭയാണ്. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ബെയ്ലി. 97ാമത് ഓസ്കാർ അവാർഡ്സ് 2025 പ്രഖ്യാപിച്ചത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. മികച്ച ചിത്രം അനോറ, സംവിധാനം സീൻ ബേക്കറാണ്. മികച്ച നടി മെക്കി മാഡിസൺ, അത് അനോറ എന്ന് പറയുന്ന ചിത്രത്തിലെ നടി തന്നെയായിരുന്നു. മികച്ച നടൻ അഡ്രിയൻ ബോഡി, ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച സംവിധായകൻ അനോറയുടെ സംവിധായകനായ സീൻ ബേക്കർ തന്നെയാണ്. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേര്? ദിയാസ്ലേ. ലോക്സഭാ മണ്ഡല പുനർവിഭാജന ശേഷം കേരളത്തിലെ സീറ്റുകൾ എത്രയാണ്? ഉത്തരം 18. 2025 മാർച്ചിൽ US-ന്റെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ്. പ്രമേഹ രോഗികൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുന്നതിനായി AI അധിഷ്ഠിത മോഡൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം NIT റൂർക്കേല. നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പര്യവേഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡർ? ഉത്തരം അദീന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത്? കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. FIR രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിലൊന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്താണ്. കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെ? ടെക്നോ പാർക്ക്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകം രചിച്ചത് രാമനുണ്ണിയാണ്, KP രാമനുണ്ണി. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്തിലാണ്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വാൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി? ഉത്തരം കേരള ഹൈക്കോടതി. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെ? ഒഡീഷ. ഫെഡറൽ ബാങ്ക് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് വിദ്യാബാലനെ. 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥ്യം വഹിക്കുന്നത് ഡൽഹിയാണ്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഏത് മന്ത്രാലയമാണ് നടത്തുന്നത്? ഉത്തരം തൊഴിൽ മന്ത്രാലയം. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെ? ന്യൂഡൽഹിയിലാണ്. ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ഡി വാട്ടർ എന്ന പദം പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം അസം.
ഇന്ത്യയിലെ ആദ്യ AI പവേർഡ് സോളാർ ലൈൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഉത്തരം ഗുജറാത്ത്. അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെൻറ്റ്. അടുത്ത 2025 വനിതാ രത്ന പുരസ്കാരങ്ങളാണ്. ടി ദേവി വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നം പുറം ലോകത്ത് അറിയിച്ചതുൾപ്പെടെ സാമൂഹിക ഇടപെടലുകൾ നടത്തിയ മുൻ വനിതാ കമ്മീഷൻ അംഗമാണ്. പിന്നെയുള്ളത് കെ വാസന്തി, അവർ കായിക താരമാണ്. പിന്നെയുള്ളവർ ഷെറിൻ ഷഹാന, AN വിനയ, PK മേദിനി, ഡോക്ടർ നന്ദിനി കെ കുമാർ എന്നിവരാണ്. ഇനി മുതൽ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എല്ലാ അടിയന്തര സഹായങ്ങൾക്കും സേവനങ്ങൾക്കും വിളിക്കാനുള്ള ഏകീകൃത നമ്പറായിട്ട് ഏതാ തിരഞ്ഞെടുത്തിട്ടുള്ളത്? അവർ 112 ഈ നമ്പറിൽ വിളിച്ചാൽ പോലീസും ഫയർഫോഴ്സും ആംബുലൻസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. കേരള സർക്കാരിൻ്റെ ലഹരി വർജന മിഷനാണ് വിമുക്തി. ഈയിടെ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ IRCTCയും IRFCയുമാണ്. അതുപോലെ ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെത്തിയത് ഇന്ത്യയും ന്യൂസിലാൻഡുമാണ്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഡൽഹിയാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമാലാണ്. അപ്പോൾ ഇതോടുകൂടി 2025 മാർച്ച് 1 തൊട്ട് മാർച്ച് 8 വരെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസൊക്കെ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.